നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. നീ എൻ്റെ വൈകി വന്നു പൂന്തിങ്കളേ, നീ എൻ്റെ വൈകി വന്നു പൂന്തിങ്കളേ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു, ഈ നദീതൻ പുളിനങ്ങൾ ചന്ദനക്കുളിരണിഞ്ഞു. ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു, ഈ നദീതൻ പുളിനങ്ങൾ ചന്ദനക്കുളിരണിഞ്ഞു. പൂമ്പുടവത്തുമ്പിലെ കസവെടുത്തു, പൂക്കൈത കന്യകമാർ മുടിയിൽ വച്ചു. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. കാറ്റുവഞ്ചിപ്പൂക്കളും കാറ്റിലാടിയുലഞ്ഞു, ആലിമാലി മണൽ തട്ടും ആതിരപ്പൂവണിഞ്ഞു. കാറ്റുവഞ്ചിപ്പൂക്കളും കാറ്റിലാടിയുലഞ്ഞു, ആലിമാലി മണൽ തട്ടും ആതിരപ്പൂവണിഞ്ഞു. ആലിൻ്റെ കൊമ്പത്തെ ഗന്ധർവനോ ആരെയോ മന്ത്രമോദി ഉണർത്തിയിടുന്നു. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. നീ എൻ്റെ വൈകി വന്നു പൂന്തിങ്കളേ, നീ എൻ്റെ വൈകി വന്നു പൂന്തിങ്കളേ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ ONV സാറിൻ്റെ മനോഹരമായ വരികൾ ദാസേട്ടൻ പാടിയപ്പോൾ അത് ഗംഭീരമായില്ലേ? യെസ്, നമ്മുടെ ഗുഡ് ഈവനിങ് ഗൾഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ദാസേട്ടൻ പാടി ഹിറ്റാക്കിയ പാട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പാടി തുടങ്ങിയത് നമ്മുടെ സ്വന്തം സുജിത്തേട്ടനാണ്. സ്വാഗതം ചേട്ടാ. നമസ്കാരം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് മറ്റൊരു അതിഥി കൂടെയുണ്ട്, ശ്രീതി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായി പോകുന്നു. എങ്ങനെയുണ്ട് പാട്ട്? എങ്ങനെയുണ്ട് പാട്ട്? അടിപൊളിയാണ്. താങ്ക് യു. രവി ബോംബെൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മോഹനം രാഗത്തിലുള്ള പാട്ട്, നല്ല കോമ്പോസിഷൻ, വൈൻവിൻ്റെ വരികൾ,
നമ്മുടെ NTV ഗുഡ് ഈവനിങ് ഗൾഫിൽ തന്നെ പലതവണ ചേട്ടൻ വന്നിട്ടുണ്ടല്ലേ? അതെ അതെ. കുറെ തവണ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ വരുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഒരുപാട് പാട്ടുകളൊക്കെ പാടിയതാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ കൂടുതൽ ഞാൻ വിവരിച്ചു തരേണ്ട ആവശ്യം വരില്ല, പരിചിതമായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത് ചേട്ടൻ? ഞാൻ ഇവിടെ ദുബായിൽ ഡമാക്കിൻ്റെ ഒരു പ്രോജക്റ്റിൽ സീനിയർ റെസിഡൻറ്റ് എഞ്ചിനീയറാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? അവിടുന്ന് വരുന്നതാണ്. പാട്ട് പാടാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പാട്ട് പാടാനായിട്ട് ഞാൻ താമസിക്കുന്ന അബുദാബിയിലാണ്. അപ്പോൾ രാവിലെ ദുബായിൽ പിന്നെ DIP കഴിഞ്ഞിട്ടുള്ള പ്ലോട്ടാണ് ശരിക്കും. DIP നിന്ന് അവിടെ വരും ഡെയിലി രാവിലെ 1 hour ട്രാഫിക്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ശ്രീ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ഇൻഷുറൻസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഷുറൻസ് ബ്രോക്കിംഗ് ആണ് മെയിനായിട്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രോക്കിംഗ് ഫേമൊക്കെ ഉണ്ട്. ഓൺലൈൻ അഗ്രിഗേറ്ററായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുവിധം എല്ലാ ഇൻഷുറൻസ് മേഖലയിലും എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞോണം തന്നെ ഞാനും ഓഫീസിൽ നിന്നുള്ള വരവാണ്. ഇപ്പോൾ റമദാൻ ടൈം ആയതുകൊണ്ട് തന്നെ ഓഫീസ് അവേഴ്സിൽ നമുക്ക് കുറച്ച് കുറവുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഈ ഒരു മേഖലയും നമുക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ വളരെ താല്പര്യമുള്ളതാണ്. ഞാനും നല്ലവണ്ണം പാട്ട് ആസ്വദിക്കുന്ന കൂട്ടത്തിലുമാണ്, ചെറിയ തോതിലൊക്കെ പാടുന്ന കൂട്ടത്തിലുമാണ്. അപ്പൊ നമ്മുടെ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് ശ്രീതി ചേച്ചിയുടെ ഒരു പാട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്താ ചെയ്യുന്ന ബിസിനസ് എന്തായിരുന്നു? നമ്മൾ ഇൻഷുറൻസ് ആണ്, ഇൻഷുറൻസ് ബ്രോക്കിംഗ് ആണ്. എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ ഇവിടെ അറിയാലോ, UAE ഇൻഷുറൻസ് ഇവിടെ മാൻഡേറ്ററി ആണ്, മെഡിക്കൽ ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, പ്രോപ്പർട്ടി എല്ലാം തന്നെ അതിനകത്ത് വർക്ക്മെൻ കോമ്പൻസേഷൻ എല്ലാം അതിനകത്ത് കവറായി പോകുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 14 yearsോളമായിട്ട് ഞാൻ ആ മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ദുബായിലാണ്, ബിസിനസ് ബേയിലാണ് നമ്മുടെ ഓഫീസിൽ നിന്ന്. നോർത്ത് സ്റ്റാർ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസിന്റെ തിരക്കിലൂടെയൊക്കെ പോകുമ്പോഴും പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ചേട്ടൻ നാട്ടിലെവിടെയാ? നാട്ടില് നീലേശ്വരം, കാസർഗോഡ്. കാസർഗോഡ് നീലേശ്വരത്താണോ? ഞാൻ കുറച്ചിപ്പുറത്ത് കരിവള്ളൂർ അല്ലേ. വൈഫിന്റെ വീട് പയ്യന്നൂര്, കുഞ്ഞുമംഗലം. കുഞ്ഞുമംഗലം ഉള്ള ഒരാളുണ്ട് ഇവിടെ. അത് ശരി, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. നീലേശ്വരം പടിഞ്ഞാറ്റൻകുഴയിൽ എന്ന് പറയും. തളിയിൽ അമ്പലമില്ലേ, ഒരു ശിവക്ഷേത്രം, അതിന്റെ ഒക്കെ അടുത്തായിട്ട്. ശരി. അപ്പോ നമ്മളിപ്പോ അപ്പുറമുള്ള അയൽപക്കമായി മാറിയിരിക്കും. ഞാൻ ഇതിൽ രണ്ടിലും പെടാതെ തൃശ്ശൂരാണ്. സംസാരം കേൾക്കുമ്പോൾ തന്നെ പലരും ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്, തൃശ്ശൂരല്ലേ, തൃശ്ശൂർ ഏത് ഭാഗത്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങള് എൻ്റെ ശരിക്കും വീട് ചാലക്കുടിയാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് തൃപ്രയാർക്കാണ്. 2 മക്കളാണ്. ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും ഈ ഫീൽഡിൽ തന്നെയാണ്. ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഫേം തുടങ്ങിയിരിക്കുന്നത്. സെക്യൂർ മീ ഇൻഷുറൻസ് സൊല്യൂഷൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2-3 വർഷമായി അത് നടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ മക്കൾ 2 പേരാണ്, പെൺകുട്ടികളാണ്. മൂത്താൾ ദക്ഷ, രണ്ടാമത്തെ അഭിനി, 7ഉം 10ഉം വയസ്സ്. അങ്ങനെ നല്ല പേര്, ദക്ഷ, അഭിനി. നല്ല പേര്. യെസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഒക്കെ കാണും. എന്തെങ്കിലുമൊക്കെ ഇവിടെ നമ്മളുമായിട്ട് ചെറുതായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ സുജിത്തേട്ടാ നമുക്ക് നെക്സ്റ്റ് പാട്ട് ഏതാ? നെക്സ്റ്റ് പാട്ട് 90s വൺ ഓഫ് ദ ഫേവറേറ്റ് പെഹ്ലാ നശ. ഡ്യുവറ്റ് ആണ്, ഞാൻ ഒറ്റക്ക് പാടാം. വരി അറിയുമെങ്കിൽ പാടാം കേട്ടോ. വരി നോക്കാം, ശ്രമിക്കാം. चाहे तुम कुछ ना कहो के साथी प्यार का मुझे चुन लिया मैंने सुन लिया पहला नशा पहला खुमार
नया प्यार है नया इंतजार, कर लूँ मैं क्या अपना हाल, ए दिले बेकरार, मेरे दिले बेकरार, तू ही बता। पहला नशा पहला खुमार, उड़ता ही फिरूं इन हवाओं में कहीं, भूल जाऊं इन खटाओं में कहीं। उड़ता ही फिरूं इन हवाओं में कहीं, या मैं झूल जाऊं इन खटाओं में कहीं। एक कर दूं आसमां और ज़मीन, कहा यारो क्या करूं क्या नहीं। पहला नशा पहला खुमार, नया प्यार है नया इंतजार, कर लूं मैं क्या अपना हाल, ए दिले बेकरार, मेरे दिले बेकरार, तू ही बता। पहला नशा पहला खुमार, बात की कुछ ऐसे ढंग से, सपने दे गया वो हजारों रंग के। उसने रंग की कुछ ऐसे ढंग से, सपने दे गया वो हजारों रंग के। रह जाऊं जैसे मैं हार के, और झूमे वो मुझे प्यार से। पहला नशा पहला खुमार, नया प्यार है नया इंतजार, कर लूं मैं क्या अपना हाल, ए दिले बेकरार, मेरे दिले बेकरार। കുറച്ച് മറന്നുപോയി എവിടെയല്ലോ. പണ്ട് പാടുന്ന പാട്ടായതുകൊണ്ട് അധികം പ്രാക്ടീസ് ചെയ്യാണ്ട് വന്നു, അപ്പൊ കുറച്ച് എവിടെയല്ലോ സ്കാമേഡ് ആയിപ്പോയി. പക്ഷേ എങ്കിലും സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഉദിത് സാറിന്റെ കുറെ മാസ്റ്റർ പീസ് ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ? അതെ അതെ. ദിൽ തോ പാഗൽ ഹേ. സാറിന്റെ ഫേവറേറ്റ് സിംഗർ ആരാണ്? സിംഗർ കിഷോർ കുമാർ. സ്വാഭാവികം. കിഷോർ കുമാറിന്റെ പാട്ടിന്ന് എടുത്തിട്ടില്ല, പക്ഷേ ഞാൻ ഏറ്റവും ഫേവറേറ്റ് കിഷോർ കുമാർ, മുഹമ്മദ് റാഫി. മലയാളത്തിൽ ആരോടാണ് കൂടുതൽ താല്പര്യം? യേശുദാസ്, ജയചന്ദ്രൻ. കിഷോർ കുമാറിന്റെ പാട്ട് പാടുവോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് ഏതാ? പെട്ടെന്ന് മുസാഫിർ ഹുയാരോ. മുസാഫിർ ഹുയാരോ. അത് സ്കെയില് കറക്റ്റ് അല്ലെങ്കിൽ കിട്ടില്ല. അവര് രണ്ടുപേരും പാടുന്നോ? കുഴപ്പമില്ല. മുസാഫിർ ഹുയാരോ, न घर है न ठिकाना, मुझे चलते जाना है, बस चलते जाना. അടിപൊളി.
അല്ല ശരിക്കും പറഞ്ഞാല് നമ്മള് സുജിത്താന്റെ പാട്ട് തുടങ്ങുമ്പോ മൈക്ക് എടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുക്കുമ്പോ ഞാൻ വിചാരിച്ചു ചിലപ്പോ പാടില്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ തുടങ്ങി ആദ്യം തന്നെ തുടങ്ങിയപ്പോ എനിക്ക് എന്നാലും ഹിന്ദി ആയതുകൊണ്ട് വെറുതെ തെറ്റുണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ്. പിന്നെ ചേട്ടനെ ബുദ്ധിമുട്ടിക്കരുതല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേട്ടൻ പഠിച്ചിട്ട് വന്നതല്ലോ. പക്ഷെ നന്നായിട്ട് പാടിയിട്ടാ. ഞാൻ വിചാരിച്ചു ബാക്കി കൂടെ പാടുന്നു. ഏതായാലും നമ്മുടെ ചേട്ടൻ 2 പാട്ട് പാടിയില്ല. അപ്പൊ നമുക്ക് ചെറിയൊരു റെസ്റ്റ് കൊടുക്കാം. ചേച്ചി ഒരു 4 വരി ഏത് പാട്ടാണേലും ഇഷ്ടമുള്ളത് പാടിക്കോട്ടെ അല്ലേ? അതെ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി കൂകും നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാളിമേയുന്ന കുഞ്ഞണിക്കാട്ടിൽ കണ്ണി മാങ്ങ പരുത്തി നടക്കാം. കാറ്റിൽ കുഞ്ഞി മഞ്ചാടിക്കുന്നിലേറാ. വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. അടിപൊളി, നല്ല വോയിസ്. നമ്മുടെ നാട്ടുകാരി കവയമാധവന്റെ അടുത്ത് അതെ അതെ എപ്പോഴേലും കണ്ടിണ്ടോ? അവിടെ പരിസരത്ത് അടുത്തൊന്നും അല്ലല്ലോ അല്ലേ? നമ്മള് സ്കൂളിന്റെ അടുത്ത് തന്നെയല്ലേ? സ്കൂളിന്റെ അവിടെ അല്ലേ? രാജാസ് ഹൈസ്കൂളിന്റെ അടുത്താണ്. അവിടെ അല്ലേ നമ്മുടെ മന്നമ്പുറത്ത് കാവ്? അതിന്റെ മന്നമ്പുറത്ത് കാവ് ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിരുന്നു അവരുടെ. അവിടെ പോകാറില്ല? ഉത്സവത്തിനൊക്കെ പോകാറില്ലേ മന്നമ്പുറത്ത് കാവില്? പോകാറുണ്ട്. എത്ര സീസണും കൂടിയാണല്ലോ. 24 വർഷമായി യുഎയിലും സൗദിയിലും ഒക്കെ ആയിട്ട്. 24 years ആയി. ഇടക്ക് നാട്ടിലുള്ള സമയത്ത് പോകാറുണ്ട്. എന്നാലും ഭൂരിഭാഗം മിസ് ചെയ്തിട്ടുണ്ടാവൂലേ? കുറെ പ്രാവശ്യം കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഏകദേശം റെഗുലർലി മിസ്സിംഗ് ആണ്. ശരിയാണ്. നമ്മളെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഈ സമയത്താണ് സീസൺ. നമ്മളധികവും ജൂലൈ ഓഗസ്റ്റില്ല, അപ്പോൾ ഉത്സവങ്ങളൊന്നും സ്കൂൾ വെക്കേഷൻ ടൈമിൽ ആണല്ലോ. ഒക്ടോബർ മുതൽ മെയ് വരെയാണ് നമ്മുടെ ഒരു തെയ്യക്കാലത്തിന്റെ ഒരു ഞങ്ങളോടൊക്കെ പൂയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. അതെ, ഇപ്പൊ ഉത്സവങ്ങളും പൂയും പിന്നെ പള്ളി പെരുന്നാള്, ഞങ്ങൾക്ക് ചാലക്കുടി അമ്പ് പെരുന്നാള്, പിന്നെ കണ്ണമ്പുഴ അമ്പലത്തിന്റെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ ഉത്സവം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവം. ഓരോ ഏരിയയിൽ ഓരോ പ്രത്യേക ആഘോഷങ്ങളാണ്. നമ്മൾ അങ്ങോട്ടേക്ക് തെയ്യമാണ് മെയിൻ അല്ലേ? കാസർഗോഡ് തറവാടുകളില് തെയ്യങ്ങൾ, ഉത്സവങ്ങള്, പൂരം നമ്മളവിടെ ഉണ്ട്. നമ്മുടെ പൂരം നിങ്ങളുടെ പൂരം അത് രണ്ടും വേറെ വേറെ. നമുക്ക് പൂരം ഉത്സവം, പൂരക്കളി, പൂരക്കുളി. ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണല്ലോ. അതെ അതെ, ഞാൻ വന്നിട്ടുണ്ട് അവിടെ. കോയമ്പത്തൂർ പഠിക്കുമ്പോൾ തൃശ്ശൂർ പൂരം കാണാനായിട്ട് നേരെ വന്നിട്ടുണ്ട് അവിടെ. പിന്നെ 2 ദിവസം നിന്നിട്ട് അവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണല്ലോ പഠിച്ചത്. അപ്പോൾ അവിടെ വന്നിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പൂരമൊക്കെ കൂടിയിട്ടാണ് പോയത്. 2000-ലാണ്. അതെ, 2000-ലോ? കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പ്രായമൊക്കെ പുറത്തു വരുന്നുണ്ടല്ലേ? ഇനിയിപ്പോ കണക്ക് കൂട്ടണല്ലോ ആലോചിച്ച്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഓരോ ഭാഗത്ത് ചിന്തിച്ചാൽ എന്തൊക്കെ പ്രത്യേകത, എന്തൊക്കെ പരിപാടികളല്ലേ ശരിക്കും പറഞ്ഞാൽ. പാട്ടുകളും ഇപ്പൊ പൂരത്തിന്റെ തന്നെയാണെങ്കിൽ നമ്മുടെ കാന്ത നീവര എന്നുള്ള പാട്ട്, നേരെ വെച്ച് കണ്ണൂരാണെങ്കിലും തന്നെ കണ്ണൂരിന് കുറെ പാട്ട്, കോഴിക്കോടിന് പാട്ട്, കാസർഗോഡിന് പാട്ട്, അങ്ങനെ എല്ലാ ജില്ലകൾക്കും ഓരോരോ സ്പെഷ്യാലിറ്റി പാട്ടുകളിൽ പോലും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പാട്ട് ഏതാ? നെക്സ്റ്റ് പാട്ട് ബാബുക്കൻ്റെ പഴയ പാട്ടാണ്, സുറുമ എഴുതിയ മിഴികളെ. ഓക്കെ, കോഴിക്കോട് എന്ന് പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ കുറച്ച് നല്ലൊരു പഴയൊരു പാട്ടാണ് ഇത്. യേശുദാസ് പാടിയ വെർഷനുണ്ട്, ബാബുക്ക പാടിയ വെർഷനുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കേട്ടിട്ട് ഇപ്പോൾ ഒരു മിക്സഡ് വെർഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു പുതിയ വെർഷനാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാബുക്കയുടെ സ്വന്തം പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള ജനറേഷന് ചിലപ്പോൾ കണ്ടിട്ടും അല്ലെങ്കിൽ ആ സമയത്ത് അറിയാത്ത ഒരാളായിരിക്കും ബാബുക്ക. പക്ഷെ ബാബുക്കയുടെ പാട്ട് ഇപ്പോഴും എല്ലാവരും പാടുന്നതാണ് അല്ലേ? ഓൾമോസ്റ്റ് ആളുകൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിലുള്ളവർക്കും അതെ അറിയാം, താല്പര്യമുള്ള. ഇതൊരു പഹാഡി എന്ന് പറഞ്ഞ രാഗത്തിൽ കോമ്പോസ് ചെയ്തൊരു പാട്ടാണ്. കബി കബി മേരെ ദിൽ മേ ഇതൊക്കെയുള്ള ആ പാട്ടൊക്കെയുള്ള അതേ രാഗത്തിൽ. എത്ര വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്? ഞാൻ ഇപ്പോഴാണ് പഠിക്കാൻ തുടങ്ങി, ഒരു 2 വർഷം 3 വർഷമായിട്ട് ഹിന്ദുസ്ഥാനി. അല്ല, ഞാൻ ഓൺലൈനിൽ പഠിക്കും. ഓൺലൈനില്? അപ്പൊ നാട്ടിലാണോ? ഒരു ഓൺലൈനിലൊരു ഗുരു ഉണ്ട്, ഒരു ഹേമേന്ദ്ര കാർക്കി എന്ന് പറഞ്ഞിട്ട്. നാട്ടിലാണോ? പുള്ളി ആസാം ബേസ്ഡ് ആണ്. ശരിക്കും ഈ വെസ്റ്റ് ബംഗാൾ, ആസാമിലൊക്കെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന് ഭയങ്കര. ജോലി തിരക്കിന്റെ ഇടയിൽ എങ്ങനെയാ അതിനൊക്കെ ടൈം കണ്ടെത്താം? ഇത് നമ്മുടെ ലാലയുടെ പറഞ്ഞ പോലെ ഹിന്ദുസ്ഥാനി സംഗീതം ആഗ്രഹമായി ആസാമിലെത്തി ഇപ്പോ അല്ലേ? യെസ്, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. അടിപൊളി. അയ്യോ എന്തൊരു ഇങ്ങനെ ആ വോയിസിൽ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇപ്പൊ ചേട്ടൻ ഇത് പാടുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം ഒരു പുഷ്പം മാത്രമേ അതൊക്കെ അതല്ലോ ആ പാട്ട് ഞാനിങ്ങനെ വിചാരിക്കാം ചേട്ടന്റെ വോയിസിൽ അത് പാടണമായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. ഒരു പുഷ്പം മാത്രം ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പാടാൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ടൈം ഇല്ലാഞ്ഞുകൊണ്ട് പാടിയില്ല. ആ ജയചന്ദ്രന്റെ ആ ഒരു ഒബിച്വറി ഉള്ള സമയത്ത് പുള്ളീൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ ടൈം തീർന്നതുകൊണ്ട് പാടില്ല. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഞാനുണ്ട്, പക്ഷെ ഞാൻ ചേട്ടനെ കണ്ടില്ല കേട്ടോ. കണ്ടിട്ടില്ല. ഓക്കെ അന്ന് മിസ്സായി പോയതാണ്. ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതാണ്? ഇഷ്ടപ്പെട്ട സോങ് മലയാളത്തില് ചന്ദനല്ലേ സുഗന്ധം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ നക്ഷത്രങ്ങളിലെ പാട്ട് രവി ബൊമ്മന്റെ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ആ ഒരു മോഡുലേഷനിലുള്ള താല്പര്യം അല്ലേ? കുറച്ച് ഹിന്ദുസ്ഥാനി ബേസ്ഡ് അങ്ങനെയുള്ള പാട്ടുകളാണ്. ഇപ്പൊ ബാബുരാജും അല്ല അതാണ് ഞാൻ പറഞ്ഞത്. പണ്ടത്തെ പാട്ടുകളൊക്കെ ഞാൻ സമ്മതിച്ചു അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. റീസെന്റ് ഇറങ്ങിയത് ഇതാ ദുരന്തറിലെ പാട്ട് തൂ അഗർ മേരി. അരിജിത് സിംഗ് പാട്ട് ബോളിവുഡിൽ നിർത്താൻ പോവാന്ന് പറഞ്ഞില്ലേ. മേ ബി ദിസ് ഈസ് ദ ലാസ്റ്റ് ഹിറ്റ്. ദുരന്തറിലെ പാട്ടാണ്. നമുക്കൊരു തിരിച്ചുവരവ് വരും വരണം. അല്ല പുള്ളി വേറെ ഓൺ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു വരവ് നമുക്ക് പ്രതീക്ഷിക്കാം. ആരാധകരായിട്ടുള്ള നമുക്ക് അതെ വി ഹാവ് ടു വെയിറ്റ്. മലയാളത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിലുള്ള ഏത് കൈൻഡ് ഓഫ് പാട്ടാണ് ഇഷ്ടം? മലയാളത്തിൽ ഈവൻ ഹരിശങ്കറിന്റെ പാട്ടൊക്കെ ഇഷ്ടമാണ്.
അല്ല അങ്ങനെയല്ല. ഓക്കെ, ഹരിശങ്കറിന്റെ പാട്ട് ഇഷ്ടമാണ്. ഇപ്പൊ എന്നാലും പാട്ടിപ്പോ ഇറങ്ങുന്ന കുറെ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ, എന്തായാലും കേൾക്കുമല്ലോ. അതിലേതെങ്കിലും ഒന്ന് മനസ്സിൽ പതിഞ്ഞതുണ്ടോ ശരിക്കും? പിന്നെയും കേൾക്കാൻ തോന്നിയത് നമ്മുടെ ഒരു പണ്ടത്തെ 90s-ന്റെ ഒരു ഇത് പിടിക്കുന്ന ടച്ച് 90s-ലെ കൂടാണ്ട് പുതിയ പാട്ടുകൾ. പിന്നെ ഇതിലെ തീവണ്ടിയിലൊരു പാട്ടില്ലായിരുന്നു, അത് ജീവാംശമായി, അങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടമാണ്. മെലഡിയാണ് കൂടുതൽ, അടിച്ചുപൊളി പാട്ടിനേക്കാൾ മെലഡി സോങ്സ്. പാടാറുണ്ടോ? അടിച്ചുപൊളി പാട്ടൊക്കെ പാടാറുണ്ടോ? കുറവാണ്, താല്പര്യമില്ലാത്തതുണ്ടോ? കുറവാണ്. അതിന്റെ ഒരു സ്പീഡ്. പാടുന്നവരുണ്ടോ? ഫാമിലിയിൽ മോൻ പാടും, അവൻ കുറച്ച് വെസ്റ്റേണിലേക്കാണ് ചായ്വ്. അവന് കഴിവുണ്ട്, പക്ഷെ മടിയനായതുകൊണ്ട് കുറച്ച്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ ചന്തേരയിൽ പഴയ ഒരു പാട്ടുകാരനാണ്, നാടകഗാനം, ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ട്. ഭാസ്കരൻ എനിക്കറിയാൻ വഴിയില്ല, ഉണ്ടാവില്ല എന്നാണ്. അതെ, അവരുടെ പിന്നെ വല്യമ്മേൻ്റെ വീട് കരുവള്ളൂരാണ്. അതെ അതെ, നാടിനെ കുറിച്ച് പറയുമ്പോൾ ഫീലാണല്ലോ. ആ അച്ഛൻ്റെ ചേട്ടൻ്റെ പിന്നെ അതെ വല്യമ്മേൻ്റെ വീട് കരുവള്ളൂർ. നാട്ടിലെ കാര്യങ്ങളിലെത്തി. അപ്പോ നമ്മളെ നെക്സ്റ്റ് പാട്ട് ഏതാ? നെക്സ്റ്റ് പാട്ട് ഗഹരാ ഹുവ. നമുക്ക് കുറച്ച് ഹിന്ദിയിലേക്ക് ഇങ്ങനെ പോവാം. ഹിന്ദി, അതെ അതെ, ഒരു മലയാളം ഒരു ഹിന്ദി. തമിഴ് പാടാറുണ്ടോ? തമിഴ് പാടാറുണ്ട്. എന്നിട്ട് ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിൽ തമിഴുണ്ടോ? ഇളയുന്നില്ല. നമുക്ക് ഏതായാലും ഒരു ഇളയുന്നില്ല ലിസ്റ്റിലുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ ഏതായാലും അത് തൂ അഗർ മേരി, ഇത് ആദ്യം ഗഹരാ ഹുവ കഴിഞ്ഞിട്ട് അതെ. ഓക്കെ, നമുക്ക് തൂ അഗർ മേരി യേ ഹവാ യേ തെരി, ഇത് ഏറ്റവും ഹിറ്റായിട്ട് ഹിന്ദിയിൽ ഉള്ള പാട്ട്. अगर मेरी ये हवाएं तेरी, तू अगर मेरी सारी राहें तेरी, तू अगर मेरी मैं हूँ तेरा। तू अगर मेरी ये उजाले तेरे, तू अगर मेरी दिल हवाले तेरे, तू अगर मेरी मैं हूँ तेरा। बेताब सा मोहब्बत का तू इंकलाब है, मेरा जहां तेरी बाहों में ख्वाब ख्वाब है। गहरा हुआ रंग आशिकी, गहरा हुआ दरिया दुआ, गहरा हुआ तेरा हुआ। तू अगर मेरी, तू अगर मेरी ये हवाएं तेरी, तू अगर मेरी सारी राहें तेरी, तू अगर मेरी मैं हूँ तेरा। पल के छपकता है आसमां, लाखों फरिश्तों की है तुझा। वो पूछते हैं रहती कहाँ, मेरी बाहों में रहती उनको बता। पल के छपकता है आसमां, उनसे भी तुझसा देखा कहाँ। है रौनके वहाँ तू है जहाँ, मेरी बाहों में रहना यही है दुआ। तू अगर मेरी है फसाना तेरा, तू अगर मेरी तो ज़माना तेरा, तू अगर मेरी मैं हूँ तेरा। बेताब सा मोहब्बत का तू इंकलाब है, मेरा जहां तेरी बाहों में ख्वाब ख्वाब है।
गहरा हुआ गहरा हुआ रंग आशिकी गहरा हुआ तेरा हुआ तू अगर मेरी ये हवाएं तेरी तू अगर मेरी सारी राह तेरी तू अगर मेरी मैं हूँ तेरा नि सग सग म पग म रे नि सग सग म पग रे सा नि सग सग म पग म रे नि सग सग म पग रे सा तेरी मोहब्बत में जलना भी है और तुझसे बच के भी चलना भी है कुछ रंग अपना बदलना भी है मैंने चलना तेरे रंग में है सदा तू चांद है एक धड़कता हुआ चोरी से मुझको ही तकता हुआ सीने से लग के चमकता हुआ मेरी जन्नत का रास्ता तू ही तू हुआ तू अगर मेरी ये हवाएं तेरी तू अगर मेरी सारी राहें तेरी तू अगर मेरी मैं हूँ तेरा बेताब सा मोहब्बत का तू इंकलाब है मेरा जहां तेरी बाहों में ख्वाब ख्वाब है गहरा हुआ गहरा हुआ रंग आशिकी गहरा हुआ गहरा हुआ गहरा हुआ दरिया दुआ गहरा हुआ അയ്യോ എന്താ സൂപ്പർ ഹൈ പിച്ചൊക്കെ എന്താ അതിത്ര അടുത്തുനിന്ന് കേൾക്കുമ്പോണ്ടല്ലോ അതിന്റെ ഒരു സത്യം ഫീല് വേറെ തന്നെ കേട്ടോ ഇവിടെ ഇങ്ങനെ കോരിത്തരിച്ച് നിൽക്കുന്ന സത്യം പറഞ്ഞത് ശരിക്കും നമ്മളല്ലത് പോലെയല്ല നമ്മള് ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏത് പാട്ടെടുത്താലും അതിങ്ങനെ ആസ്വദിച്ച് പാടുന്നത് അത് ആസ്വദിച്ചിട്ടാണ് പാടുന്നത് അതിന്റെ ഒരു ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആസ്വദിക്കാം നമ്മൾ ആ ആസ്വദിക്കുന്നതിനേക്കാൾ വരിയും മ്യൂസിക്കും കൂടിയുള്ള ഒരു ഇതുണ്ടല്ലോ ഫീല് അതെ അത് കണക്ട് ചെയ്യുമ്പോഴുള്ളൊരു ഇത് പറയണ ഇറ്റ്സ് ലൈക്ക് ഡിവൈൻ ശരിക്കും പാടുമ്പോ അത്ര ആസ്വദിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്ന അല്ലേ ഏത് പാട്ട് പാടാനാണ് കൂടുതൽ അതായത് ഏത് ലാംഗ്വേജിൽ പാട്ട് പാടാനാണ് കൂടുതൽ ഹിന്ദിയാണ് കൂടുതൽ അതല്ലേ എനിക്ക് തോന്നി എനിക്കും തോന്നി ആ ഹിന്ദിയിൽ ഇങ്ങനെ ലയിച്ച് പാടുന്നപ്പോ കേട്ടപ്പോ തോന്നി ഹിന്ദിയായിരുന്നു കൂടുതൽ താല്പര്യം ഹിന്ദി സോങ്സ് ആണ് കൂടുതൽ പാടാറ് മലയാളം ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് തുടങ്ങിയതേ ഉള്ളൂ പാടാറുണ്ട് ഈ രവിബാമൻ്റെ പാട്ടുകൾ പാടാറുണ്ട് മറ്റ് പാട്ടുകൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ഓക്കെ തമിഴിൽ അങ്ങനെ താല്പര്യം തമിഴ് പാടാറുണ്ട് തമിഴ് ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ് ആ അപ്പം തമിഴ് വായിക്കാൻ തന്നെ അറിയാം 2 വർഷം അവിടെ MSc ഹോർട്ടിക്കൾച്ചർ അവിടെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് ബസ്സിൻ്റെ ബോർഡ് വായിക്കണമെങ്കിൽ അറിയാമല്ലോ പഠിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ ഞാനും ചെന്നൈയിലായിരുന്നു കുറച്ചാള് അപ്പോൾ തമിഴ് നന്നായിട്ട് അറിയാം പാടും ആ പാട്ടും ആ സമയം മുതലേ തമിഴിനോടൊരു പ്രേമം തോന്നിയിട്ടുണ്ടാവും തമിഴ് നല്ലൊരു കുറച്ചുകൂടെ മ്യൂസിക്കലായിട്ടുള്ള ലാംഗ്വേജ് ആണ് അല്ല എല്ലാ ലാംഗ്വേജും അതെ എന്നാലും തമിഴിൻ്റെ ഒരു ഇളയരാജൻ്റെയും എ റഹ്മാൻ്റെ എല്ലാം പാട്ടുകൾ പ്രത്യേക ഫീലാണ് സത്യം പറഞ്ഞാല് പണ്ട് ആ ഒരു ഓൾഡ് സോങ്സ് ഉണ്ടല്ലോ എസ് ജാനകിൻ്റെയും SPBൻ്റെ എല്ലാം പാട്ട് ഇങ്ങനെ അതിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കുമല്ലോ പഴയ 80s പാട്ട് ഇളയരാജ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് തമിഴിന്റെ ആ ഒരു ഫീല് നമുക്ക് വരും ശരിക്കും ഇളയുന്നില്ല പാട്ട് തന്നെ അയ്യോ ആ പാട്ട് ഇനി ഏത് കാലത്ത് എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ആ മൂവി കണ്ടിട്ടുണ്ടാവില്ല ആളുകള് ഞാനിപ്പോഴും കണ്ടിട്ടില്ല പക്ഷെ ആ പാട്ടിനോടുള്ള ആ ഒരു അയ്യോ എന്തൊരു ഇഷ്ടം എല്ലാവർക്കും അത് ഏത് ജനറേഷൻ ആണെങ്കിലും ആ അതിന്റെ തന്നെ ഹിന്ദി വെർഷൻ ഉണ്ട് നില നില ഓക്കെ അത് പാടിയിട്ടുണ്ടോ ഹിന്ദി പാടിയിട്ടുണ്ടോ അത് പാടിയിട്ടുണ്ട് പക്ഷെ ഹിന്ദി നമ്മൾ ഇന്ന് 2-3 കേട്ടില്ലേ അപ്പൊ നമുക്ക് തമിഴ് കേൾക്കുന്നതായിരിക്കും അതിന്റെ ഒരു അതെ അതെ ഇന്ന് ഇത് എൻ്റെ പഴയൊരു ഓർമ്മയിൽ പാടുന്നതാണ് ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ല ഈ പാട്ട് എന്നാലും ഞാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള പാട്ട് നമ്മുടെ
മിത്തുവ എന്നുള്ള പാട്ടാണ് കൂടുതൽ. എന്നാലും കുഴപ്പമില്ല, ഇത് പാടാം. അല്ല നമുക്ക് ഇളയനില പാടിയിട്ട് മിത്തുവ പാടാം. ഓക്കെ, ഓക്കെ, ടൈം ഉണ്ടല്ലോ അല്ലേ? ഓ നമുക്ക് പെട്ടെന്ന് കേൾക്കാമല്ലേ, പാട്ടുകൾ ഒരുപാട് കേൾക്കാമല്ലോ. ഇളയുന്നില്ല പാടാം. ഇളയ നില പൊഴിகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே பொழிகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே. வரும் வழியில் பனிமழையில் பருவநிலா தினம் நனையும் முகிலெடுத்து முகம் துடைத்து விடியும் வரை நடைப்பழகும். வரும் வழியில் பனிமழையில் பருவநிலா தினம் நனையும் முகிலெடுத்து முகம் துடைத்து விடியும் வரை நடைப்பழகும். வானவீதியில் அழக ஊர்வலம் காணும் போதிலே ஆறுதல் தரும் பருவமகள் விழிகளிலே கனவு வரும். இளைய நிலா பொழிகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே. முகிலினங்கள் அலைகிறதே முகவரிகள் தொலைந்தனவோ முகவரிகள் தவறியதால் அழுதிடுமோ அது மழையோ. முகிலினங்கள் அலைகிறதே முகவரிகள் தொலைந்தனவோ முகவரிகள் தவறியதால் அழுதிடுமோ அது மழை. நீலவானிலே வெள்ளியோடைகள் ஓடுகின்றதே என்ன ஜாடைகள் விண்வெளியில் விதைத்தது யார் நவமணிகள். இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே. ആദ്യം കുറച്ച് പിച്ച് മാറിപ്പോയി. കാരണം എന്താ പറ്റിയെന്ന് വെച്ചാല്
നേരത്തെ പാട്ട് ഹൈ പിച്ചായിരുന്നില്ല, അപ്പൊ ആ ബേസിലേക്ക് വരാൻ കുറച്ച് ടൈം എടുത്തു. അതെ അതെ അതാണ് അങ്ങനെ ചെറിയ ആ സ്റ്റാർട്ടിങ് ചെറിയൊരു പിച്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ അടിപൊളി. അയ്യോ നല്ല ഫീലായിരുന്നു കേൾക്കാനായിട്ട്. എസ് ബി ബി സാറിന്റെ മനസ്സിലിങ്ങനെ വന്നുപോയി സാറിന്റെ പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഐ മീൻ പാടുന്നില്ലെങ്കിൽ പോലും ഇളയരാജ സാറിന്റെ മ്യൂസിക്കിൽ നമ്മൾ അറിയാതെ താളം പിടിച്ചു പോകും. ഭയങ്കര പവറാണ് അതില്. അയ്യോ എന്താണ് അടിപൊളി ഗംഭീരം. യെസ്. അപ്പോൾ നമ്മള് കുറെ ഹിന്ദി സോങ്സും മലയാളവും തമിഴുമായി. ഇനിയിപ്പോ നമ്മുടെ ലാസ്റ്റ് മിത്തുവാണല്ലോ അല്ലേ? ഒരു അടിപൊളി പാട്ടിൽ നിർത്താം നമുക്ക്. അടിപൊളി പാട്ട്. മിത്വ എന്ന് പറഞ്ഞ പാട്ട് ഷഫാഖത്ത് അലി ഖാൻ ശങ്കർ മഹാദേവൻ കോമ്പോസ് ചെയ്ത പാട്ടാണ്. അപ്പോൾ പാകിസ്ഥാനി സിംഗർ, പക്ഷേ ഖമാജ് രാഗത്തിലുള്ളൊരു പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷാരൂഖ് ഖാൻ്റെ കുറച്ച് ടഫ് സോങ് ആണ്, കുറച്ച് സ്വരങ്ങളെല്ലാം ഉണ്ട്, ട്രൈ ചെയ്യാം. ഹൈ പിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ അവസാനത്തെ പാട്ടോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് 1 hour ആയിട്ട് ഒരുപാട് പാട്ടുകളായിട്ട് കൂടെയുള്ള നമ്മുടെ സ്വന്തം സുജിത്തേട്ടനാണ്, നമ്മുടെ സ്വന്തം കാസർഗോഡുകാരൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാട്ട് ഗംഭീര പാട്ടായിരുന്നു, അസാധ്യ പാട്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും 1 hour പോയതറിഞ്ഞില്ല. യെസ്. അപ്പോൾ ശ്രീജ ചേച്ചി ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമ്മളിവിടെ കാണും എന്ന് പ്രതീക്ഷയോടെ ഞാനിന്നൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് പാട്ടിലേക്ക് പോവാം. എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇനിയും വരണം. യെസ്. അപ്പോൾ ലാസ്റ്റ് സോങ്ങിലേക്ക്. ഓക്കെ. जानिए हीरिए मेरा मन ये बता दे तू किस और चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है अनकही जो है अनसुनी वो बात क्या है बता, मितवा कहे धड़कने तुझसे क्या, मितवा ये खुद से तो ना तू छुपा, मेरे मन ये बता दे तू किस और चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है अनकही जो है अनसुनी वो बात क्या है बता, मितवा कहे धड़कने तुझसे क्या, मितवा ये खुद से तो ना तू छुपा, गमनिसा गमबदनी निदा तवा परमा गमबनिसा गमबदनी निदा निद निद नि पद 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 मितवा जीवन डगर में डगर में डगर में प्रेम नगर में नगर में नगर में, जीवन डगर में प्रेम नगर में आया नजर में जब से कोई है, तू सोचता है तू पूछता है जिसकी कमी थी क्या ये वही है, हाँ ये वही है, हाँ ये वही है, जिसकी और ये नदी है, काहे नहीं इसको तू खुल के बताए, जो है अनकही
जो है अनसुनी वो बात क्या है बता मितवा कहे धड़कने तुझसे क्या मितवा ये खुद से तो ना तू छुपा